ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഭാഗമാണ് അസ്വാബിരീൻ എന്നുള്ളത്. അല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ. അള്ളാഹു ക്ഷമാശീലരെ ഇഷ്ടപ്പെടുന്നു, അവരെ സ്നേഹിക്കുന്നു എന്നത് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് അള്ളാഹു പല സ്ഥലങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. ക്ഷമയെക്കുറിച്ച് അല്ലെങ്കിൽ സബർ എന്ന പദം നമ്മൾ സാധാരണഗതിയിൽ അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറയുക ക്ഷമ അല്ലെങ്കിൽ സ്ഥൈര്യം എന്നൊക്കെയാണ്. പക്ഷേ അറബി ഭാഷയിൽ ആ പദം അതിനേക്കാൾ എത്രയോ വിശാലമാണ്. വാസ്തവത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലുള്ള അവൻ്റെ വിശ്വാസവും തവക്കുലും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വാക്കാണ് സബർ എന്ന് പറയുന്നത്. നോക്കൂ, നമുക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ ക്ഷമ കൈക്കൊള്ളാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ടെന്ന് ബോധ്യപ്പെടുന്നത് വരെ ജീവിത സാഹചര്യങ്ങളോട് നമുക്ക് ക്ഷമിക്കുക സാധ്യമേ അല്ല. അള്ളാഹു ചെയ്യുന്നത് എന്താണോ അത് നമുക്ക് നന്മയാണെങ്കിലും നമുക്കത്ര ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് നമ്മുടെ നന്മയ്ക്കാണെന്ന ഉറച്ച ബോധ്യമില്ലാതെ നമുക്ക് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനാവില്ല. ഒരാൾ വിചാരിക്കുകയാണ്, എനിക്ക് സംഭവിക്കുന്നതൊക്കെ എൻ്റെ നിയന്ത്രണത്തിലാണ്, എനിക്ക് പറ്റുമെങ്കിൽ ഇതൊക്കെ എനിക്ക് സംഭവിക്കാതിരിക്കാമായിരുന്നു എന്ന് വിചാരിച്ചാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജീവിതത്തിൽ നിരന്തരമായ നിരാശയും ആശങ്കയുമായിരിക്കും ഫലം. കാരണം അയാൾ വിചാരിക്കുന്നത് തനിക്ക് സംഭവിക്കുന്നത് എന്തും തൻ്റെ തന്നെ കർമ്മഫലമാണ്, അല്ലെങ്കിൽ തൻ്റെ തന്നെ പ്രശ്നം കാരണമായിട്ടാണ്, തൻ്റെ തന്നെ കാരണത്താലാണ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി നാം വിശ്വാസമർപ്പിക്കേണ്ടത് അവനിലാണ് എന്ന ബോധ്യം ഉണ്ടാകുന്നതോടുകൂടി അവൻ മനസ്സിലാക്കുന്നു തനിക്ക് സംഭവിക്കുന്നത്, തനിക്ക് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അള്ളാഹു ഏതോ ഒരു പ്രത്യേകമായ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് സംഭവിപ്പിക്കുന്നതാണ് എന്നയാൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാബിരീൻ മുതവക്കിലീൻ എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നത്. തന്നെ കാര്യങ്ങളൊക്കെ തന്നെ ഏൽപ്പിക്കുന്നവരെയും തൻ്റെ മാർഗത്തിൽ ക്ഷമിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം അതാണ്. അപ്പോൾ തവക്കുലും സബറും തമ്മിലുള്ള ഈ ബന്ധം നമ്മൾ വളരെ അനിവാര്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതിയാണ്. അതോടൊപ്പം നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കേണ്ട ഒരു സംഗതിയാണ് നമുക്ക് സബർ എന്ന് പറയുന്ന ഗുണം നമുക്ക് ലഭിക്കണമെന്നുള്ളത്. കാരണം ക്ഷമാശീലരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് നല്ല ക്ഷമയുള്ള ഒരു വ്യക്തിയായി മാറുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു യഥാർത്ഥ വിശ്വാസിയായിട്ട് നിലകൊള്ളാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ക്ഷമ എന്നത് എന്താണ്, അത് ഏതെങ്കിലും ഒരു പ്രയാസകരമായ സാഹചര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ, ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രം ക്ഷമിക്കുന്ന ഒരു സംഗതിക്കല്ല സബർ എന്ന് പറയുന്നത്. മറിച്ച് ജീവിതത്തിലുടനീളം അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നാം പരിശീലിക്കേണ്ട ഒന്നാണത്. സ്വാഭാവികമായിട്ടും പ്രതിസന്ധികളെ ക്ഷമ എന്ന് പറയുന്നത് നമുക്കറിയാം. അതായത് ഇപ്പോൾ ഒരു രോഗം വരുമ്പോൾ ക്ഷമിക്കുക, ഒരു വിപത്ത് വരുമ്പോൾ ക്ഷമിക്കുക, എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ, ജോലി നഷ്ടപ്പെടുക, കച്ചവടത്തിൽ നഷ്ടമുണ്ടാവുക, ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിക്കുക, അപ്പോഴൊക്കെ ക്ഷമിക്കുന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ കഷ്ടപ്പാടുകൾ ക്ഷമിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കുന്നു. കാരണം നമ്മൾ സ്വന്തം താല്പര്യങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ പ്രതിഫലവും അവൻ്റെ ഇഷ്ടവും ആഗ്രഹിച്ചുകൊണ്ട് നാം അവിടെ നമ്മെ തന്നെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് വേണമെങ്കിൽ അതിവൈകാരികമായി അത്തരം സന്ദർഭങ്ങളിൽ പ്രതികരിക്കാം. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കേതോ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹു വരുത്തുന്നതാണ് എന്ന് നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഉറച്ച് അങ്ങനെ
കാര്യങ്ങൾ ഉറപ്പിക്കുന്നു. അത് നമുക്ക് പ്രതിഫലമായിട്ട് മാറും. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വളരെ സുപ്രധാനമായ ഒരു പ്രസ്താവന, ഒരു കാര്യം ഇത് സംബന്ധമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, മാമിൻ അബ്ദിൻ യദ്ഖുലുൽ ജന്ന ഇല്ലാ ബിഫദ്ലില്ലാ. ആരൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നുണ്ടോ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം വേണം, അള്ളാഹുവിൻ്റെ കാരുണ്യം വേണം. ഒമാമിൻ അബ്ദിൻ യഅലമുല്ലാഹു മിൻഹു സിദ്ഖ സബ്രി ഇൻദൽ ബലാ ഇല്ലാ ഔജബഹുല്ലാഹു ലഹുൽ ജന്ന. ഒരാൾ പരീക്ഷണങ്ങളുടെ സന്ദർഭത്തിൽ സത്യസന്ധമായി ക്ഷമിക്കുകയാണെങ്കിൽ, അയാളുടെ ക്ഷമ എന്ന് പറയുന്നത് ആത്മാർത്ഥമായ ക്ഷമയാണെങ്കിൽ, ആ ക്ഷമയുടെ കാരണത്താൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗം നിർബന്ധമാക്കും എന്നതാണ്. അതായത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രതിഫലം, അതായത് നമ്മുടെ കർമ്മങ്ങളുടെ ഫലം കൊണ്ട് മാത്രം നമുക്ക് പലപ്പോഴും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ അതിന് മാത്രം കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കില്ല. പക്ഷേ അതിനോടൊപ്പം നമുക്ക് സംഭവിക്കുന്ന വിപത്തുകളിൽ നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി ചേർത്തിട്ടായിരിക്കും ഒരാൾ സ്വർഗത്തിന് അർഹനായി തീരുക എന്നതാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഊന്നി പറഞ്ഞ ഒരു കാര്യം. അപ്പോൾ ചിലപ്പോഴൊക്കെ അങ്ങനെയും ഇതിനെ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് ആലോചിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ആളുകൾ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വിചാരണക്കെത്തുമ്പോൾ വിചാരിക്കും, എനിക്ക് ഭൂമിയിൽ ഒരുപാട് വേദനകളും കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചിട്ട് എനിക്ക് ഈ സ്വർഗത്തിൽ കയറാമായിരുന്നല്ലോ എന്ന് വിചാരിക്കുമാറ് ക്ഷമിച്ച ആളുകൾക്ക് പ്രതിഫലമുണ്ട്. നമുക്ക് സംഭവിക്കുന്ന രോഗം, വിപത്ത് എന്ന് വിചാരിച്ച് നമ്മൾ അത് ആഗ്രഹിക്കണമെന്നല്ല. ഇഹലോകത്ത് ഒരിക്കലും നമ്മൾ പ്രയാസങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല. എനിക്ക് രോഗം വരണം, എനിക്ക് കഷ്ടപ്പാടുകൾ തരണം എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷേ അങ്ങനെ അഥവാ സംഭവിച്ചാലുള്ള അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അത് സംഭവിക്കുമ്പോൾ അവൻ അതിൽ ക്ഷമിക്കുകയും അതിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ നന്മയിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുമ്പോൾ അതവന് ഗുണകരമായി മാറുന്നു എന്നർത്ഥം. നമ്മൾ നോക്കൂ, നമ്മുടെ ജീവിതകാലം മുഴുവൻ നാം പല ആസൂത്രണങ്ങൾ നടത്തുന്നു, പല തയ്യാറെടുപ്പുകൾ നടത്തുന്നു. പക്ഷെ പെട്ടെന്നാകും വലിയൊരു പരീക്ഷണം നമ്മെ തേടിയെത്തുക. അപ്പോൾ ആ സമയത്ത് അള്ളാഹുവിൻ്റെ തവക്കുൽ, ആ തവക്കുലിൻ്റെ കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ ക്ഷമ പ്രകടിപ്പിക്കുമ്പോൾ അത് അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും മഹത്തായ പ്രതിഫലത്തിന് കാരണമാകും. നമ്മൾ സ്വന്തം നിർഭാഗ്യങ്ങളെ നോക്കി വിലപിക്കാതെ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ച് നിയന്ത്രണം പാലിക്കുമ്പോൾ ആ ലക്ഷ്യബോധം പ്രതിസന്ധികളെ മറികടക്കാൻ നമ്മെ സഹായിക്കുന്നു. അപ്പോൾ ക്ഷമയോടൊപ്പം നമുക്ക് ആശ്വാസം ലഭിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷമ, പ്രതിസന്ധികളിലെയും വിപത്തുകളിലെയും ക്ഷമ. രണ്ടാമതൊരു തരം ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളിലുള്ള ക്ഷമയാണ്. അതായത് നമ്മുടെ ഇച്ഛ, ശഹ്വത്ത്, പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ, ആസക്തികൾ, ശാരീരികമായ പലതരത്തിലുള്ള താല്പര്യങ്ങൾ, ഇതൊക്കെ നിയന്ത്രിക്കുക എന്നത് വലിയൊരു പുണ്യമാണ്. നമ്മൾ നമ്മുടെ മോഹങ്ങൾക്കനുസരിച്ച് എല്ലാ നിഷിദ്ധങ്ങളും പ്രവർത്തിക്കാൻ തുനിഞ്ഞാൽ അത് വലിയ അപകടത്തിലാണ് നമ്മളെ ചാടിക്കുക. മറിച്ച് നമ്മുടെ മോഹങ്ങളെ നമ്മൾ നിയന്ത്രിക്കുകയും അത് ഹലാലായ രൂപത്തിൽ മാത്രം നമ്മളതിനെ വഴിതിരിച്ചു വിടുകയും ചെയ്യുമ്പോൾ അതൊരു തരം ക്ഷമയാണ്, ഏറ്റവും വലിയ ക്ഷമയാണത്. അതുകൊണ്ടാണ് നോമ്പിനെ സൗമെന്ന് വിളിച്ചത് അള്ളാഹു. നോമ്പിന് സൗമെന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ നമ്മൾ കെട്ടി നിർത്തുക എന്നർത്ഥം. നമ്മുടെ ശാരീരികമായ വികാരങ്ങളെ, ഭക്ഷണം, വിശപ്പ്, ദാഹം, അതിനൊക്കെ നമ്മൾ കെട്ടി നിർത്തുകയാണ് ചെയ്യുന്നത്. സൂറത്തുൽ ബഖറയിൽ വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് എന്ന ആയത്തിനെക്കുറിച്ച് ചില പണ്ഡിതന്മാർ സബർ എന്ന് അവിടെ ഉദ്ദേശിച്ചത് നോമ്പാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, നോമ്പ് കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായം തേടുക എന്ന് അതിനർത്ഥം കൊടുത്ത പണ്ഡിതന്മാരുണ്ട്. കാരണം നോമ്പ് ഒരർത്ഥത്തിൽ ക്ഷമിക്കാനുള്ള പ്രേരണയും പ്രചോദനവുമാണ്. നമ്മുടെ വിശപ്പ് എത്ര കഠിനമായാലും, ദാഹം എത്ര കഠിനമായാലും, വൈകാരികമായി നമ്മൾ എത്ര തന്നെ ആഗ്രഹങ്ങളുള്ള ആളായാലും അതിനൊക്കെ നമ്മൾ നിയന്ത്രിക്കുന്ന ഒരു സംഗതിയാണല്ലോ നോമ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സൗമ് അതിന് നമ്മെ അത്തരം ക്ഷമയ്ക്ക് നമ്മെ പരിശീലിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അതാണ് രണ്ടാമത്തെ തരം ക്ഷമ. ഇനി മൂന്നാമത്തെ തരം ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് സൗകര്യങ്ങളും ആഹ്ലാദിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉള്ളപ്പോൾ ഉള്ള ക്ഷമയാണ്. അതായത് ജീവിതം വളരെ സുഗമമായിരിക്കുമ്പോൾ നമ്മെ തന്നെ നിയന്ത്രിക്കുക. ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു ജീവിതം എന്ന് വിചാരിച്ച് ഇഷ്ടംപോലെ പെരുമാറുന്ന ആളുകളുണ്ട്. അങ്ങനെ തന്നെ പറയുന്ന ആളുകളുണ്ട്. ലൈഫ് ഈസ് ജസ്റ്റ് വൺസ്, ഈ ലോകം
നമുക്ക് ഒരിക്കൽ മാത്രമല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് പരമാവധി ആസ്വദിക്കുക, ആനന്ദിക്കുക, സ്വന്തം മനസ്സിന് സന്തോഷവും ഇഷ്ടവും കിട്ടുന്നതൊക്കെ ചെയ്യുക എന്ന് പറയും. മനസ്സിന് സന്തോഷം കിട്ടുന്നതും നമുക്ക് ആഹ്ലാദിക്കാനും അതിനുപയുക്തമായതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വിധേയമായ രൂപത്തിൽ അവൻ അനുവദിച്ച മാർഗത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഒരു സത്യവിശ്വാസി മനസ്സിലാക്കുന്നു, ഈ ലോകത്തെ ദിനങ്ങൾ അത് വളരെ പരിമിതമാണ്, പരലോകത്തെ ജീവിതമാണ് അനശ്വരമായിട്ടുള്ളത്. ഇവിടെയുള്ള താൽക്കാലിക ആനന്ദങ്ങൾക്കോ പരീക്ഷണങ്ങൾക്കോ പിന്നാലെ നാം തിടുക്കപ്പെട്ട് പായരുത്. മറിച്ച് ഐശ്വര്യത്തിൻ്റെ കാലത്തും സ്വന്തം ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ക്ഷമ പാലിക്കുമ്പോൾ അള്ളാഹു പരലോകത്ത് വാഗ്ദാനം ചെയ്ത ഏറ്റവും മഹത്തായ അനശ്വരമായ പ്രതിഫലം നമുക്ക് ലഭിക്കും. അപ്പോൾ കഷ്ടപ്പാടുകളിൽ നമ്മളെങ്ങനെ ക്ഷമിക്കുന്നുവോ അതുപോലെ തന്നെ സൗകര്യങ്ങൾക്കിടയിലും നമുക്ക് ക്ഷമിക്കാൻ സാധിക്കണം. അള്ളാഹുവിൻ്റെ പ്രീതിയെ ആഗ്രഹിക്കാൻ സാധിക്കണം. ഇനി ഒരു തരം ക്ഷമ എന്ന് പറയുന്നത് ഇബാദത്തുകളിലെ ക്ഷമയാണ്. അതായത് ആരാധനകൾക്ക് വേണ്ടി അങ്ങനെയാണല്ലോ, 5 നേരം നമസ്കരിക്കണമെങ്കിൽ അതിഭയങ്കരമായ ക്ഷമ ആവശ്യമുണ്ട്. ആ കൃത്യസമയത്ത് ഓരോ നമസ്കാരത്തിൻ്റെയും സമയത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തിയിരിക്കണം. നോമ്പ് വലിയ ക്ഷമ ആവശ്യപ്പെടുന്ന സംഗതിയാണ്. അങ്ങനെ ഓരോ സംഗതികളും നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ ക്ഷമ ആവശ്യമാണ്. അള്ളാഹുവിൻ്റെ നിരോധങ്ങൾ വെടിയാൻ ക്ഷമ ആവശ്യമാണ്. ആരാധനകൾ അതിൻ്റെ ഏറ്റവും എഹ്സാനിൻ്റെ രൂപത്തിൽ ഏറ്റവും മികവോടുകൂടിയും അതിൻ്റെ ഏറ്റവും പരിപൂർണമായ രൂപത്തിലും നിർവഹിക്കാനും ക്ഷമ ആവശ്യമാണ്. അതുകൊണ്ട് കൂടിയാണ് അല്ലാഹു യുഹിബ്ബു സ്വാബിരീൻ, അള്ളാഹു ക്ഷമാശീലരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ, ജിഹാദിൻ്റെ സന്ദർഭത്തിൽ സബർ പറഞ്ഞിട്ടുണ്ട്, സൗകര്യങ്ങളുള്ളപ്പോഴുള്ള സബർ പറഞ്ഞിട്ടുണ്ട്. വസ്വാബിരീന ഫിൽ ബഅ്സാഇ വദ്ദറാഇ വഹീനൽ ബഅസ് എന്നല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് രംഗത്തും ആവശ്യമുള്ള അതിവിശിഷ്ടമായ ഒരു ഗുണമാണ് സബർ എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരക്കാരെ പ്രത്യേകം ഇഷ്ടപ്പെടുന്നു എന്നത് നാം ഓർത്തിരിക്കുക. അങ്ങനെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ക്ഷമാശീലരുടെ കൂട്ടത്തിൽ, സാബിറുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.